ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5 വർഷമായിട്ടോ, ഒന്നും രണ്ടും അല്ല, 5 വർഷമായി ചെൽസി ആഴ്സണലിനെതിരെ ഒരു കളി ജയിച്ചിട്ട്. ഒരു കാലത്ത് ചെൽസിക്ക് മികച്ച റെക്കോർഡ് ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ 4-5 വർഷമായി ആഴ്സണലിനെ ഒരു മത്സരത്തിൽ പോലും തോൽപ്പിക്കാൻ ചെൽസിക്കായിട്ടില്ല. കൃത്യമായി പറഞ്ഞാൽ 2021 ഓഗസ്റ്റിലാണ് ചെൽസി അവസാനമായി ആഴ്സണലിനെ ഒരു മത്സരത്തിൽ തോൽപ്പിക്കുന്നത്. അതിനുശേഷം 5 വർഷമായി ആഴ്സണലിനെതിരെ ചെൽസിക്ക് ഒരു മത്സരം പോലും ജയിക്കാനായിട്ടില്ല. ഈ 5 വർഷത്തിനിടയിൽ 10 മത്സരങ്ങളിൽ നടക്കുന്നുണ്ട്. പ്രീമിയർ ലീഗിലും കരബാവ് കപ്പ്, FA കപ്പ്, അങ്ങനെ പല കോമ്പറ്റീഷനുകളിലായിട്ട് മൊത്തം 10 മത്സരങ്ങൾ ചെൽസി ആഴ്സണലിനെതിരെ കളിക്കുന്നുണ്ട്. ഒന്നിൽ പോലും ചെൽസിക്ക് വിജയിക്കാനായിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ 5 വർഷമായി ആഴ്സണലിനെതിരെ ഒരു കളി ജയിക്കാനായിട്ടില്ല എന്ന നാണക്കേടിന്റെ റെക്കോർഡ് ചെൽസിക്കായി ഈ ഒരു നാണക്കേടിന്റെ റെക്കോർഡ് അവസാനിപ്പിക്കാൻ ചെൽസിക്ക് ഒരു അവസരം വന്നിട്ടുണ്ട്. ഈ വരുന്ന ഞായറാഴ്ച മാർച്ച് 1 ആഴ്സണലിന്റെ ഹോം ഗ്രൗണ്ടായ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ ചെൽസിയും ആഴ്സണലും തമ്മിലുള്ള ഒരു ഡെർബി മത്സരം നടക്കുന്നുണ്ട്, ലണ്ടൻ ഡെർബി. ഈ മത്സരത്തിൽ എങ്ങനെയെങ്കിലും ആഴ്സണലിനെ തോൽപ്പിക്കാനായാൽ ചെൽസിക്ക് ഈ നാണക്കേടിന്റെ റെക്കോർഡിന് തടയിടാനാകും. ഇപ്പൊ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലണ്ടൻ ഡെർബി തീപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ മത്സരം രണ്ട് ടീമുകൾക്കും നിർണായകമാണ്. പല കാരണങ്ങൾ കൊണ്ട് ഈ മത്സരം രണ്ട് ടീമുകൾക്കും നിർണായകമാണ്. ആഴ്സണൽ നമുക്കറിയാം ഈ പ്രീമിയർ ലീഗ് സീസണിൽ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ്. കിരീട പോരാട്ടത്തിൽ സീസണിന്റെ തുടക്കം മുതൽ ഈ വരുന്ന ദിവസം വരെയുള്ള ഇന്നുള്ള ഈ ദിവസം വരെ പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ റേസുള്ള ടീമാണ് ആഴ്സണൽ. ഈ കളി എങ്ങാനും ചെൽസിയോട് തോറ്റു കഴിഞ്ഞാൽ പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് ആഴ്സണലിന് 5 പോയിന്റിന് ലീഡ് മാത്രമേ ഉള്ളൂ. സിറ്റിക്ക് ഒരു മത്സരം കുറവുമാണ്. അപ്പം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 2 പോയിന്റിന് ലീഡാണ് നിലവിൽ ആഴ്സണൽ ഉണ്ടാവുക. സിറ്റി ഒരു മത്സരം കുറവുള്ള മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ സിറ്റിയും ആഴ്സണലും തമ്മിലുള്ള വ്യത്യാസം 2 പോയിന്റ് മാത്രമായിരിക്കും. ചെൽസിക്കെതിരെ ഇന്ന് ഞായറാഴ്ച ലണ്ടൻ ഡെർബിയിൽ ചെൽസിക്കെതിരെ ഈ കളി തോൽക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ ആഴ്സണലും സിറ്റിയും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം പിന്നീട് സിറ്റി ഇനിയും പുറകിലുള്ള 2 കളി കൂടെ ജയിച്ചു കഴിഞ്ഞാൽ സിറ്റി 1 പോയിന്റ് ലീഡാവും. ആഴ്സണലിനേക്കാൾ 1 പോയിന്റ് ലീഡിലേക്ക് വന്ന് ആഴ്സണൽ 2ാം സ്ഥാനത്തേക്ക് പോകും. ഈ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഴ്സണലിന് പ്രീമിയർ ലീഗിനെ പറ്റി സ്വപ്നം കാണാൻ പറ്റില്ല. കാരണം ഏപ്രിൽ 18 ആഴ്സണലും സിറ്റിയും തമ്മിലൊരു മത്സരം വരാനിരിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ എങ്ങാനും സിറ്റിയോട് തോറ്റു കഴിഞ്ഞാൽ പിന്നെ ആഴ്സണലിന്റെ 23 വർഷത്തെ പ്രീമിയർ ലീഗ് കിരീടത്തിനുള്ള കാത്തിരിപ്പ് ഇനിയും വർഷങ്ങൾ നീളും. അപ്പൊ ആഴ്സണൽ ഒരിക്കലും ഈ മത്സരം ചെൽസിക്കെതിരെയുള്ള ഈ മത്സരം ഒരിക്കലും തോൽക്കുന്നതിനെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല. ജയിച്ചേ പറ്റുള്ളൂ, ജയിച്ചേ മതിയാകുള്ളൂ. കാരണം 23 വർഷത്തെ ആ നീണ്ട കാത്തിരിപ്പ്, ഈ സീസണിലെ തുടക്കം മുതൽ പ്രീമിയർ ലീഗ് ലീഡേഴ്സ് ആയിട്ടുള്ള ഈ കുതിപ്പ് അവസാനം എല്ലാ പ്രാവശ്യത്തെയും പോലെ പടിക്കൽ കൊണ്ടുപോയി കലമടക്കും എന്നുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും ഏറ്റ് തളർന്നിരിക്കുകയാണ് ആഴ്സണൽ. ഇനി ഒരു കിരീടം കൂടെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കാൻ ആഴ്സണൽ ഒരിക്കലും തയ്യാറാവുകയില്ല. അപ്പൊ എന്തായാലും ചെൽസിക്കെതിരെ ഏത് വിജയത്തിനെങ്കിലും വിജയിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും ആഴ്സണൽ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ കളിക്കാൻ ഇറങ്ങുക. ഹോം ഗ്രൗണ്ടിലാണെന്നുള്ള ഘടകം ആഴ്സണൽ എന്തായാലും മുൻതൂക്കം നൽകുന്നുണ്ട്. പിന്നെ നിലവിലെ ഈ ചെൽസിയുടെ നിലവിലുള്ള ഫോമും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആഴ്സണൽ തന്നെയാണ് മുൻതൂക്കം. പ്ലേയേഴ്സിന്റെ ഫോമിന്റെ കാര്യത്തിലും ടീമിന്റെ കാര്യത്തിലും എല്ലാത്തിലും ആഴ്സണൽ തന്നെയാണ് ഒരു പടി ചെൽസിക്ക് മുമ്പിലുള്ളത്. അപ്പൊ ആഴ്സണലിന് തന്നെയാണ് കൂടുതൽ സാധ്യതകൾ ഉള്ളത്. ആഴ്സണൽ ജയിക്കാനായിരിക്കും കൂടുതൽ സാധ്യതകൾ ഉള്ളത്. ആഴ്സണലിന് ജയിച്ചേ മതിയാകൂ എന്നുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് തീർച്ചയായും മികച്ച മത്സരം കാണാനാകും. മറുവശത്ത് ചെൽസിക്കും കാര്യങ്ങൾ ഏതാണ്ട് അതുപോലെ തന്നെയാണ്. നിർണായകമായ ഒരു മത്സരമാണ്. കാരണം ചെൽസിയും 6ാം സ്ഥാനത്തുള്ള ചെൽസി നിലവിൽ പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്താണ്. 6ാം സ്ഥാനത്തുള്ള ലിവർപൂളുമായിട്ട് പോയിന്റ് ടേബിളിൽ ഒരേ പോയിന്റ് പങ്കുവെക്കുന്ന ആൾക്കാരാണ് ചെൽസിയും ലിവർപൂളും. 27 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ 28 മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ലിവർപൂളിനും ചെൽസിക്കും 45 പോയിന്റ് വീതമാണുള്ളത്. ഈ 45 പോയിന്റിൽ ലണ്ടൻ ഡെർബിയിൽ ആഴ്സണലിനോട് തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മത്സരം ലിവർപൂൾ ജയിക്കുക കൂടെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലിവർപൂളും
ചെൽസിയും തമ്മിലുള്ള പോയിന്റ് വ്യത്യാസം 3 മാറും. ലിവർപൂൾ 5-ാം സ്ഥാനത്തേക്ക് കയറുകയും ചെൽസി 6-ാം സ്ഥാനത്തേക്കാവുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് എന്നുള്ള ചെൽസിയുടെ ലക്ഷ്യം ഒരിക്കലും പിന്നീട് ചെൽസിക്ക് വീണ്ടെടുക്കാനാവില്ല. കാരണം ഇനി അധികം മാച്ചുകളില്ല, കുറഞ്ഞ മാച്ചുകളേ ഉള്ളൂ. അതിലപ്പം നിലവിൽ ഉള്ള പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്നതെല്ലാം ഇനി നഷ്ടമായിട്ടേ വരുള്ളൂ. അതുകൊണ്ട് എങ്ങാനും ഈ കളി തോറ്റുപോയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിലവില് മുന്നോട്ടുള്ള ചെൽസിയുടെ പ്രതീക്ഷകൾ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ട് എന്നുള്ള ആ ഒരു ലക്ഷ്യം ഒരിക്കലും ചെൽസിക്ക് കിട്ടൂല. പിന്നീട് താഴേക്കുള്ള ഇനിയും ഒരു പക്ഷേ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ പോയിന്റ് ടേബിളിൽ ഇനിയും താഴേക്ക് വരാനുള്ള സാധ്യതകൾ ചെൽസിക്ക് അങ്ങനൊരു സാഹചര്യം കൂടെ നിലവിലുണ്ട്. അതുകൊണ്ട് ചെൽസിക്ക് എങ്ങനെയും ജയിച്ചേ മതിയാവുള്ളൂ. പിന്നെ ഒരു കാര്യമുള്ളത്, ആഴ്സണലായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു കളി പോലും ജയിച്ചിട്ടില്ല എന്നുള്ള നാണക്കേടിന്റെ റെക്കോർഡാണ്. ആ റെക്കോർഡ് എങ്ങനെയെങ്കിലും മാറ്റുക എന്നുള്ളതായിരിക്കും ചെൽസിയും ചെൽസിന്റെ ടീമും ചെൽസി കോച്ചും ഒക്കെ ആഗ്രഹിക്കുന്നത്. ചെൽസി ഫാൻസ് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. കാരണം ആഴ്സണലായിട്ട് എന്നും ചെൽസിക്ക് നല്ല റെക്കോർഡുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ ഒരു നാണക്കേടിന്റെ റെക്കോർഡ് ചുമക്കേണ്ട ഒരു ആവശ്യം ഒരു വിധത്തിലും ചെൽസിയുടെ ഇപ്പം റോമൻ അബ്രാമോവിച്ചിന്റെ ഇറ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നും ആഴ്സണലിനേക്കാൾ ഒരു പടി മുന്നിലായിരുന്നു ചെൽസി. അപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെൽസി ആ ഒരു ആധിപത്യം, ആഴ്സണലിനെതിരെയുള്ള ആധിപത്യം ചെൽസിക്ക് കൈമോശം വന്നിട്ടുണ്ട്. അപ്പം അതെങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. നാണക്കേട് കഴിഞ്ഞ 5 വർഷമായി ജയിച്ചിട്ടില്ല എന്നുള്ള നാണക്കേട് ചെൽസിക്ക് ഈ കളിയോടെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ള ഒരാഗ്രഹം ചെൽസി ഫാൻസിനും ഉണ്ടാകും. അതുകൊണ്ട് നല്ലൊരു മത്സരം കാണാനാകും. മാത്രമല്ല ചെൽസി കഴിഞ്ഞ 2021 ഒരു കളി ആഴ്സണലിനെതിരെ ജയിക്കുന്നത്. അതിനുശേഷം തോമസ് ട്യൂഷന്റെ കീഴിലാണ് അവസാനമായി ഒരു കളി ജയിക്കുന്നത്. അതിനുശേഷം ഗ്രഹാം പോട്ടർ വന്ന്, ലാംബാർഡ് വന്ന്, പൊച്ചറ്റീനോ വന്ന്, എൻസോ മറസ്ക വന്ന്, ഇപ്പൊ ലിയാം റോസനിയറും വന്ന്. ലിയാം റോസനിയറുടെ കീഴിൽ ചെൽസിക്ക് ഒരു മത്സരം ആഴ്സണലിനെതിരെ കളിച്ച കളി തോൽക്കാനുണ്ടായത്. അവസാന നിമിഷം ഡിക്ലൻ റൈസ് ഗോൾ നേടിയ ആ മത്സരം, അത് കായ് ഹാവർട്സ് ഗോൾ നേടിയ മത്സരം. അപ്പം ചെൽസിക്കെതിരെ ആഴ്സണലിന് ആ ഒരു നാണക്കേടിന്റെ റെക്കോർഡ് കൂടെ അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ചെൽസിയും അരയും തലയൊക്കെ മുറുക്കി കെട്ടി തീർച്ചയായും നല്ലൊരു മത്സരത്തിന് ഇറങ്ങും. പ്രീമിയർ ലീഗിൽ നല്ലൊരു മത്സരമായിരിക്കും. സീസണിൽ തന്നെ ഏറ്റവും മികച്ച മത്സരങ്ങൾ ഒന്നായി ലണ്ടൻ ഡെർബി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ടീമുകളെ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ടീമിന്റെ ഫോമും പ്ലേയേഴ്സിന്റെ ഫോമും നിലവിലെ സീസണിലെ പെർഫോമൻസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആഴ്സണൽ തന്നെയാണ് ഒരു പടി ചെൽസിയേക്കാൾ മുന്നിലുള്ളത്. കാരണം പ്രീമിയർ ലീഗിന്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായിട്ട് മുന്നേറി വരുന്ന ടീമാണ് ആഴ്സണൽ. ചെൽസിക്ക് മാനേജർമാർ പോയി, അതിന്റെ ഇടയിൽ ഫോം ഔട്ട്, പരിക്കുകള്, സസ്പെൻഷൻസ് ഒക്കെ ആയിട്ട് ചെൽസി ഇങ്ങനെ ആടി ഉലഞ്ഞു നിൽക്കുന്ന ഒരു ടീമാണ്. 5-ാം സ്ഥാനത്താണ് നിലവിലുള്ളത്. അപ്പം ആഴ്സണലിന്റെ മുന്നേറ്റ നിരയും പ്രതിരോധ നിരയാണ് ആഴ്സണലിന്റെ കരുത്ത്. മുന്നേറ്റ നിരയിൽ യോക്രസ് മികച്ച ഗോളുകളൊക്കെ നേടി കഴിഞ്ഞ മത്സരങ്ങള് മികച്ച ഡബിൾ ഗോളുകളൊക്കെ നേടി ആഴ്സണലിനെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. ബുക്കായ സാക്ക, ഇടയ്ക്ക് കൈ ഹാവർട്സ് തുടങ്ങിയ പ്ലേയേഴ്സ് എല്ലാം ആഴ്സണലിന്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രതിരോധത്തിൽ പറയേണ്ട സാലിബയും വില്യം സാലിബയും. ഇനി മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ എബ്രിയസയും ഡെക്ലാൻ റൈസും മികച്ച മുന്നേറ്റം നയിക്കുകയും നല്ല അസിസ്റ്റുകൾ ഉണ്ടാക്കുകയും നല്ല ചാൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ട് മുന്നേറ്റത്തിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആഴ്സണലിന്റെ എല്ലാ മേഖലകളിലും വെച്ച് നോക്കുകയാണെങ്കിൽ ആഴ്സണൽ ഒരു പിടി മികച്ച താരങ്ങളുണ്ട്, നല്ലൊരു ടീം തന്നെയാണ്. മെയിനായിട്ട് അവരുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് പ്രതിരോധ നിരയാണ്. വില്യം സാലിബയും ഗബ്രിയേലും അടങ്ങുന്ന പ്രതിരോധ നിര 12 ക്ലീൻ ഷീറ്റുകളുമായി ഈ സീസണിലെ ഏറ്റവും മികച്ച പ്രതിരോധ നിരയായി മാറിയിട്ടുണ്ട്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റ് നേടിയ ടീം ഈ സീസണിൽ ആഴ്സണലാണ്. അപ്പം ആഴ്സണലിലെ പ്രതിരോധ നിരയും മുന്നേറ്റ നിരയും മധ്യനിരയും എല്ലാം ഏത് മേഖല എടുത്ത് നോക്കുകയാണെങ്കിലും ഏറ്റവും മികച്ച ടീമുകൾ തന്നെയാണ്. ഗോൾ പോസ്റ്റിലാണെങ്കിൽ ഡേവിഡ് റായ മികച്ച സേവുകളുമായി ആഴ്സണലിനെ പലപ്പോഴും രക്ഷപ്പെടുത്തിയിട്ടുള്ള ആളാണ്. അപ്പം ടീമിനെ വെച്ച് നോക്കുമ്പോൾ ടീമിന്റെ പെർഫോമൻസും ഫോമും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചെൽസിയേക്കാൾ ഒരു പടി മുമ്പിലാണ് ആഴ്സണൽ ഉള്ളത്. ഇനി ചെൽസി ടീമിലേക്ക് വരികയാണെങ്കിൽ ചെൽസിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് കോൾ പാൾമറാണ്. ഗോൾ അടിക്കാനും അസിസ്റ്റ് കൊടുക്കാനും ഒക്കെ കോൾ പാൾമർ തന്നെയാണ് മെയിനായിട്ട് ചെൽസിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മുന്നേറ്റത്തിൽ ജാവോ പട്ടർ മാത്രമാണ് ചെൽസിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരാള്.
ലിയാം ഡിലാപ്പ് വന്നപ്പോ സമയത്ത് നല്ല ഒരു പ്രതീക്ഷ നൽകിയിരുന്നെങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിൽ അത്ര പ്രതീക്ഷയുള്ള ഒരു ആളായിട്ട് ഇതുവരെ ഒരു പ്രതീക്ഷക്കത്ത പ്രകടനം പുറത്തെടുത്തിട്ടില്ലാത്തത് കൊണ്ട് ഡിയാം ലിയാപ്പിന് നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു സ്ട്രൈക്കറായിട്ട്, ചെൽസിയുടെ ഒരു നല്ലൊരു സ്ട്രൈക്കറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ജാവ പെഡ്രോ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ നിർണായകമായി ചെൽസിക്ക് ഗോളുകൾ നേടിയിട്ടുള്ള ആളാണ്. അപ്പൊ ജാവ പെഡ്രോയും പോൾ പാൾമറും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും ലണ്ടൻ ഡെർബിയിൽ ചെൽസിയുടെ സാധ്യതകൾ ഉണ്ടാവുക. ഇനി മധ്യനിരയിലാണെങ്കിൽ എൻസോ ഫെർണാണ്ടസും കെസൈഡോയും മികച്ച മധ്യനിരയിൽ നിറഞ്ഞു കളിക്കുന്ന രണ്ട് താരങ്ങളാണ്. പക്ഷെ ഇവരുടെ മെയിൻ പ്രശ്നം ഒരു ഡിഫൻസീവ് പ്ലേയേഴ്സ് ആയതുകൊണ്ട് എതിർ ടീമിന്റെ ആക്രമണങ്ങൾ മധ്യനിരയിൽ ഇട്ട് പൊളിക്കാൻ പറ്റുന്ന രണ്ട് പ്ലേയേഴ്സ് ആണ് എൻസോ ഫെർണാണ്ടസും കെസൈഡോയും. പക്ഷെ അവർ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കളിയുടെ ക്രിയേറ്റീവ് ഒരു അസിസ്റ്റ് നൽകാനോ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാനോ അവർ പലപ്പോഴും പിന്നോട്ട് പോകുന്നതാണ് ചെൽസിയുടെ പെർഫോമൻസിനെ കാര്യമായി ബാധിക്കുന്നത്. ഒരു ക്രിയേറ്റീവ് പ്ലെയറുടെ കുറവ് ഇപ്പോഴും ചെൽസിന്റെ മിഡ്ഫീൽഡിൽ എന്തായാലും ഒരു കുറവ് തന്നെയായി നിൽക്കുന്നുണ്ട്. അപ്പം അതാണ് ചെൽസിയുടെ പെർഫോമൻസിനെ കാര്യമായി ബാധിക്കുന്ന ഒരു ഘടകം. ഡിഫൻസീവായിട്ട് നിൽക്കുന്ന കസേഡോയും ഫെർണാണ്ടസും ഉള്ളത് അവർക്ക് മധ്യനിരയിൽ അവർ നിറഞ്ഞ് കളിക്കുന്നുണ്ടെങ്കിലും അതൊരു ക്രിയേറ്റീവ് തലത്തിലേക്ക് വരുന്നില്ല. ചെൽസിക്ക് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു ചെറിയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ചെൽസിയുടെ മുന്നേറ്റ നിരക്ക് കാര്യമായി ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്ന അവസരങ്ങൾ അവരുടെ മുന്നേറ്റ നിരക്ക് ഗോൾ സ്കോർ ആക്കാനും പറ്റുന്നില്ല എന്നതാണ് ചെൽസിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം. പിന്നെ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ റീസ് ജെയിംസ്, ചെൽസിയുടെ മെയിൻ പ്ലെയറായ ക്യാപ്റ്റനായ റീസ് ജെയിംസ് പലപ്പോഴും പരിക്ക് മോശം ഫോമും കാരണം പലപ്പോഴും ചിലപ്പോൾ 45 മിനിറ്റ് കളിക്കുള്ളൂ, ചിലപ്പോൾ സബിലാണ് വരുന്നത്. ഒരു സ്ഥിരമായി കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കാൻ റീസ് ജെയിംസിന് പറ്റുന്നില്ല. ആ ഒരു പ്രശ്നം ചെൽസിയുടെ ഡിഫൻസിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. പിന്നെ അച്ചടക്കമില്ലായ്മ, ചെൽസി ഡിഫൻസ് പലപ്പോഴും റെഡ് കാർഡ് വാങ്ങിയിട്ട് പുറത്താവുന്നു. പിന്നെ ചെൽസിയുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ചെൽസി സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യുന്നതിൽ വളരെ മോശമാണ്. ഇപ്പം കഴിഞ്ഞ ബേൺലിക്കെതിരെയുള്ള മത്സരത്തിലൊക്കെ നമ്മൾ കണ്ട് ബേൺലിയെ പോലെ 19ാം സ്ഥാനത്തുള്ള ഒരു ടീം ചെൽസിയുടെ ഡിഫൻസിനെ പൊളിക്കുന്നത് സെറ്റ് പീസിലൂടെ, ഫ്രീ കിക്കിലൂടെ, കോർണർ കിക്കിലൂടെ ഒക്കെ ചെൽസിയുടെ ഡിഫൻസിന് തലവേദനയാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പം ആഴ്സണൽ പോലെ സെറ്റ് പീസിലും കോർണറിലൊക്കെ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ് ആഴ്സണൽ. അപ്പം ആഴ്സണലിനെതിരെ സെറ്റ് പീസ് ഡിഫെൻഡിങ്ങും ഒക്കെ ചെൽസി മോശമാണെങ്കിൽ എന്തായാലും ആ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാക്കി ആഴ്സണൽ ഗോൾ സ്കോർ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പം ചെൽസിയുടെ ഡിഫൻസ് ഒന്നും കൂടെ സെറ്റ് ആക്കേണ്ട ചുമതല ചെൽസി ടീമിനുണ്ട്. അപ്പം ചെൽസി ഡിഫൻസും മധ്യനിരയൊക്കെ സെറ്റായിട്ട് ആഴ്സണലിനെതിരെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിലെ ഏറ്റവും മികച്ചൊരു മത്സരം നമുക്ക് പ്രീമിയർ ലീഗിൽ കാണാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പം ഞായറാഴ്ച നടക്കുന്ന ലണ്ടൻ ഡെർബി ഏറ്റവും മികച്ച മത്സരമായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം മികച്ച രണ്ട് ടീമുകളാണ്. ടീമിന്റെ പെർഫോമൻസും നിലവിലെ ഫോമും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആഴ്സണലും ചെൽസിയും തമ്മിലുള്ള മത്സരം വെച്ച് ആഴ്സണലിന്റെ ഇപ്പോഴത്തെ ഫോമും ചെൽസിയുടെ ഇപ്പോഴത്തെ ഫോമും വെച്ച് നോക്കുമ്പോൾ ആഴ്സണൽ തന്നെയാണ് എപ്പോഴും മുൻതൂക്കം. കാരണം അവർ മികച്ച ടീമാണ്. ഈ സീസണിലെ തന്നെ ഏറ്റവും മികച്ച ടീമുകളൊന്നാണ് ആഴ്സണല്. അപ്പം പക്ഷെ ചെൽസി അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആൾക്കാരല്ല. ചെൽസി പലപ്പോഴും നമ്മളെ പ്രതീക്ഷകളെ അപ്പുറത്ത്, കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ തിരിച്ചു വന്നിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച പല സന്ദർഭങ്ങളും ചെൽസിയുടെ ഹിസ്റ്ററിയിലുണ്ട്. അപ്പം ഈ സീസണിലെ തുടക്കത്തിലൊക്കെ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ഒക്കെ നേടിയത് PSG-ക്കെതിരെയൊക്കെ നേടിയ 3-0 വിജയമൊക്കെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. അതൊന്നും അധിക കാലം ആയിട്ടില്ല കഴിഞ്ഞിട്ട്. അപ്പൊ അതുപോലൊരു പെർഫോമൻസ് ഏത് നിമിഷവും ചെൽസിയിൽ നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നതാണ് ചെൽസി ഫാൻസ്. അപ്പം എങ്ങനെയായാലും ഇരു ടീമുകൾക്കും നിർണായകമായ മത്സരമാണ്. ആഴ്സണലിന്റെ കിരീട പോരാട്ടങ്ങളെ ബാധിക്കും, ചെൽസിയുടെ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ഒരു മത്സരമാണ് ലണ്ടൻ ഡെർബിയിൽ ഞായറാഴ്ച നടക്കാൻ പോകുന്നത്. അപ്പം ഏറ്റവും മികച്ചമായ ഒരു മത്സര വിരുന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തീർച്ചയായും നമുക്ക് മത്സരങ്ങൾക്ക് ശേഷം മത്സരത്തിന്റെ പോസ്റ്റ് മാച്ച് പ്രിവ്യൂ ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നമസ്കാരം.